കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു സമരത്തെ കുറിച്ചുള്ള ആഹ്വാനം നടത്തിയപ്പോൾ ചില അടിമ രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളോട് ഇപ്രകാരം ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു സമരത്തിന് പോകുന്നേ, നിങ്ങൾ ഇവിടെ സമരം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന്. അക്ഷരാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, ബുദ്ധിയുണ്ടെന്ന് സ്വയം വിചാരിക്കുകയും എന്നാൽ മന്ദബുദ്ധികൾക്ക് സമാനമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഗതികെട്ട രാഷ്ട്രീയക്കാർ ഞങ്ങളെ ഭരിക്കുകയും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുകയും ചെയ്യുകയും കാലാകാലങ്ങളായി കാർബൺ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഈ കർഷകർക്ക് കിട്ടുന്ന വിഹിതം ഇങ്ങനെ കിമ്പളം പറ്റി മേടിച്ച് മൃഷ്ടാന ഭോജനം നടത്തുകയും ചെയ്യുന്ന ഈ ഗതികെട്ട കഴിവുകെട്ട രാഷ്ട്രീയക്കാർക്ക് ഈ മലയോര ക്രൈസ്തവരുടെയും മലയോര ജനതയുടെയും വികാരങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയാത്തത് കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് എന്ന സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ സമുദായ സംഘടനയ്ക്ക് നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പണി ചെയ്യേണ്ട ഗതികേട് വരുത്തി വെച്ചത് നിങ്ങളാണെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾ ഇവിടെ നടത്തുന്നത് എന്ന് നിങ്ങൾ മറക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം വന്യമൃഗാക്രമണത്തിന്റെ മാത്രം വിഷയമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല അല്ല. ഈ തിരുവമ്പാടിയിലും കൂരാച്ചുണ്ടും ഒക്കെ കഴിയുന്ന സാധാരണക്കാരനായ മനുഷ്യർ അവർ ഈ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ ലോണുകൾക്ക് വേണ്ടി ബാങ്കുകളൊക്കെ കയറിയിറങ്ങിയതിന്റെ ചരിത്രം കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകർ ഞങ്ങൾ നേതാക്കളോട് പറഞ്ഞു. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കേൾക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പട്ടയമുള്ള ഭൂമിയുടെ ആധാരം ബാങ്കിൽ പണയം വെച്ച് വിദ്യാഭ്യാസ ആവശ്യത്തിന് ലോൺ എടുക്കാൻ ചെന്ന കുട്ടികളുടെ മാതാപിതാക്കളോട് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ഈ പട്ടയമുള്ള ഭൂമിക്ക് ലോൺ കിട്ടണമെങ്കിൽ വനം വകുപ്പിന്റെ NOC വേണമെന്ന്. AK ശശീന്ദ്രനെ റവന്യൂ വകുപ്പിന്റെ മന്ത്രിയാക്കിയത് ഈ പൊതുസമൂഹം ആരും അറിഞ്ഞിട്ടില്ല. ഇനി മുഖ്യമന്ത്രി പല രീതിയിലുള്ള കടത്തലുകൾ നടത്തുന്നത് പോലെ ഇത് വന്ന് നടത്തിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ നാട്ടിലെ റവന്യൂ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവകാശമായി കിട്ടിയ റവന്യൂ ഭൂമിയിൽ ബാങ്കിൽ പണയം വെച്ച് ലോൺ എടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വനം വകുപ്പിന്റെ അതിപ്രസരം ഞങ്ങളുടെ ജീവനും സ്വത്തിനും നേരെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്താൻ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഈ കേരള സംസ്ഥാനത്തുടനീളം അണിനിരക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഈ സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആർക്കും അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അമെന്റ്മെന്റ് എന്ന. എന്താണ് ആ നിയമത്തിന്റെ പ്രശ്നമെന്നറിയോ? ഇവിടെയുള്ള രാഷ്ട്രീയക്കാരെ ഇടത വലത നടുക്കണ്ടും തിന്നുന്നവരെ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അറിഞ്ഞിരുന്നോ നിങ്ങൾ ഈ നിയമസഭയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിൽ നിയമനിർമ്മാണം നടത്താനായിട്ട് വിട്ടത് ഈ നാട്ടിലെ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് ചെയ്തത്? ഈ 2022 ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അമെന്റ്മെന്റ് കൊണ്ടുവന്ന് ഈ നാട്ടിലെ പട്ടയക്കാരന്റെ പട്ടയമുള്ള ഭൂമി വനം വകുപ്പിന് പിടിച്ചെടുക്കാൻ ആ പട്ടയം ഒരു ആധികാരിക രേഖയല്ല എന്ന് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇനി വനം വകുപ്പ് സാധാരണക്കാരന്റെ പട്ടയമുള്ള ഭൂമി പിടിച്ചെടുക്കാനായിട്ട് വന്നാൽ അവന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നൽകിയ പട്ടയം കൊണ്ട് യാതൊരു വിലയുമില്ലാതാകുന്ന ദുരവസ്ഥയുടെ നിയമനിർമ്മാണം നടത്തിവെച്ചിരിക്കുകയാണ്. നട്ടലില്ലാത്ത നെറിയില്ലാത്ത രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടേണ്ടി വന്ന ഗതികേടുകാരാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം എന്ന യാഥാർത്ഥ്യം വേദനയോടുകൂടെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ്. 4 വർഷം മുമ്പ് ക്രൈസ്തവരുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ
ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു. 1.5 വർഷം മുൻപ് ഈ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു. 1.5 വർഷം മുൻപ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടിന്റെ സ്ഥിതി എന്താണെന്ന് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചപ്പോൾ 284 നിർദ്ദേശങ്ങൾ നൽകിയ ഈ റിപ്പോർട്ടിൽ ഉള്ളതെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അറിയില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് സുഖചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാർക്ക് ക്ഷേമം നൽകാൻ വേണ്ടി ഈ റിപ്പോർട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ടോ എന്ന് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ 284 നിർദ്ദേശങ്ങളിൽ ഒരു 10-15 എണ്ണം ഇവിടെ മലയോര ജനതയുടെ അഭിവൃദ്ധിയെ സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. എന്തായാലും നിങ്ങളായിട്ട് ഇത് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ കമ്മീഷൻ ഗവൺമെന്റിന് മുൻപിൽ നൽകിയ ഈ നിർദ്ദേശങ്ങൾ എന്താണെന്ന് അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒന്നാമത് വനം വകുപ്പിനായിട്ട് ഈ കമ്മീഷൻ നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ്. പല കാരണങ്ങളാൽ പല മേഖലകളിലുമുള്ള പട്ടയങ്ങൾ ഏകീകരിച്ച് കൃഷിക്കാരന് കൃഷി സ്വാതന്ത്ര്യം, വീട്, വിദ്യാഭ്യാസം, ആരാധന, സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുതലായ നിശ്ചിത അളവിൽ നടത്താൻ സാധിക്കുന്നതുമായ രീതിയിൽ പട്ടയ വ്യവസ്ഥകൾ ആധുനിക സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ലഘൂകരിച്ച് നൽകണമെന്ന്. കേരളത്തിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ വലിയ അളവിൽ വനമുണ്ട് എന്നതും കൃഷിക്കാർ വച്ചു വളർത്തിയ മരങ്ങളുടെ ആധിക്യം കൊണ്ട് വനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വൃക്ഷസമൃദ്ധി മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടും കൃഷി പ്രകൃതി വിരുദ്ധമായ ഒരു നടപടിയാണെന്ന മുൻവിധി കൃഷിയുടെ കാര്യത്തിൽ പാടില്ല എന്ന് ഗവൺമെന്റിന് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് അനുസരിച്ചുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കേരളത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കി മാത്രമേ അന്തിമ വിജ്ഞാനം പുറപ്പെടുവിക്കാൻ പാടുള്ളൂ. 212-ാമത്തെ നിർദ്ദേശം ഇപ്രകാരം പറയുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 62 പ്രകാരം നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് കാട്ടുപന്നിയെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണം. കൂടാതെ ഒരു പ്രദേശത്ത് വ്യാപകമായിരിക്കുന്ന വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിന് അവയുടെ മേലുള്ള പൂർണ്ണ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകണം. അതുവരെ 11(1)(b) വകുപ്പ് പ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവ കാർഷിക വിളകളുള്ള ഭൂമിയിലോ വീട്ടിൽ വന്നാൽ അവയെ കൊല്ലുവാനുള്ള അധികാരം കൃഷിക്കാർക്ക് നൽകണം. കൈയടിക്കണം മക്കളെ, കൈയടിക്ക്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കമ്മീഷനെങ്കിലും ഇവിടെ ഉണ്ടെന്ന് 4 പേർ അറിയട്ടെ. ഇനിയും വായിക്കാൻ ബാക്കിയുള്ളത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജീവികളുടെ എണ്ണം കണക്കാക്കുകയും മൃഗങ്ങളുടെ കണക്കെടുക്കുകയും വികസിത രാജ്യങ്ങളുടെ മാതൃക ഉൾക്കൊണ്ട് മൃഗപ്പെരുപ്പം നിയന്ത്രിക്കുകയും ചെയ്യണം. മൃഗതുല്യരായ മനുഷ്യർ ഭരിക്കുമ്പോൾ അവർ തന്നെ മൃഗങ്ങളാണോ എന്ന് അവർക്കറിയാത്തത് കൊണ്ട് അവരുടെ വർഗത്തെ അല്ലേ അവർ സംരക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ട് റിപ്പോർട്ട് അവർ പുറത്തു വിടുകയാണ്. വനം റവന്യൂ അതിർത്തി മുഴുവൻ ജോയിന്റ് സർവേയുടെ അടിസ്ഥാനത്തിൽ അളന്നു തിരിക്കണം. അങ്ങനെ അളന്നു തിരിക്കാൻ അറിയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മറവി രോഗം ബാധിക്കാത്ത ഒരു വനം വകുപ്പ് മന്ത്രി ഉണ്ടാകണം. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയുമോ? ഈ സാധാരണക്കാരന്റെ ടാക്സ് മേടിച്ച് തിമ്പളവും ശമ്പളവും ഉൾക്കൊണ്ട് വയറ് നിറയ്ക്കുന്നവന്മാർ എഴുതി കൊടുക്കുന്ന തിട്ടൂരങ്ങൾ അതുപടി ഛർദ്ദിക്കാൻ മാത്രമേ നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്ക് അറിയത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇതിൽ കൂടുതലൊന്നും ഇവിടെ സംഭവിക്കാനില്ല. ഇനിയും നിർദ്ദേശങ്ങളോട് ഒരെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വനം 1970 മുതലുള്ള ലാൻഡ് ട്രിബ്യൂണൽ നൽകിയ പട്ടയങ്ങൾക്കുള്ള ഭൂപരിഷ്കരണ നിയമത്തിലെ 72K വകുപ്പ് പ്രകാരമുള്ള നിയമ സംരക്ഷണം റദ്ദു ചെയ്തുകൊണ്ട് 1971 കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് ആൻഡ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് നിയമത്തിലെ മുൻകാല പ്രാബല്യത്തോടെ 2020 മെയ് 22 കേരള സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് പുനഃപരിശോധിക്കണമെന്ന്. ഈ ഒറ്റക്കാര്യം കൂടി വളരെ പ്രായോഗികമായിട്ടുള്ളത്. ഇവിടെ ഈ സൗരവേലി എന്ന് പറയുന്ന ഒരു സംരക്ഷണം മാത്രമല്ല ഈ മനുഷ്യർക്ക് ഇവിടെ നൽകാൻ കഴിയുക.
ഇവിടെ കൃത്യമായിട്ടുള്ള ട്രെഞ്ചുകൾ കെട്ടിക്കൊണ്ട് റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചുകൊണ്ട് ഈ മനുഷ്യരെ രക്ഷിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ട് അത് പൂർത്തിവെക്കാൻ മാത്രമേ ഇവിടുത്തെ സർക്കാരിന് സാധിക്കുന്നുള്ളൂവെങ്കിൽ 6 മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും 1 വർഷത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ മലയോര കർഷക ജനത ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നിർബന്ധിതരായി കുടിയിറക്കാൻ ശ്രമിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെതിരെയും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ജനാധിപത്യത്തിൽ ഞങ്ങൾക്ക് അവകാശമായിട്ടുള്ള വോട്ട് എന്ന അതിശക്തമായിട്ടുള്ള ആയുധത്തെ കൃത്യതയോടുകൂടെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും മലയോര കർഷകരുടെ എല്ലാം ഷുവർ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന തെറ്റിദ്ധാരണ കൊണ്ട് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഞങ്ങളുടെ വീട്ടുപടിയിലെ തിണ്ണയിൽ കയറുമ്പോൾ അവനോട് ചോദിക്കാൻ മുഖത്തടിക്കുന്ന ചോദ്യങ്ങളുമായി ഞങ്ങൾ വീടുകളിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.